നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പെരുന്നേ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടിയോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന സ്ഥലത്താണ്. നമ്മുടെ കാവടി പോകുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിന് മുമ്പായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒന്നും നിങ്ങളാരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. വെയിലെല്ലാം താഴ്ന്ന് ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ഇറങ്ങാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയായിരിക്കുകയാണ്. ഇന്നത്തെ ഈ കാവടി വിളക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ആനയാണ്. വളരെ മനോഹരം എന്ന് വെച്ചാൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ആനയെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ കാവടി വിളക്കിന് അകമ്പടി സേവിക്കാനായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ 5 ഗജവീരന്മാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരെല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമായിട്ട് തലയെടുപ്പും ഇണക്കങ്ങളും ഐശ്വര്യമുള്ള നല്ല സുന്ദരന്മാരായ 5 ഗജവീരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഓരോരുത്തരുടെയും ഇവിടെ നിന്നാണ് നമ്മുടെ നെറ്റിപ്പട്ടം കെട്ടി ഗജവീരന്മാരെ ഇറക്കുന്നത്. ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അവരെ എല്ലാവരും ഒരിക്കൽ കൂടി ഒന്ന് നനയ്ക്കുകയാണ്. കാലും ശരീരമൊക്കെ ചൂടത്തെ കിലോമീറ്ററുകൾ നടന്നു പോകേണ്ടതല്ലേ. കെട്ടുകാഴ്ചകളും കാവടികളും ഒക്കെ ഇവിടെ എല്ലാം റെഡിയായിരിക്കുന്നു. 40 കിലോ തൊട്ട് 85 കിലോ വരെയുള്ള കാവടികളാണ് ഇവിടെ നിരന്നിരിക്കുന്നത്. ഈ കാവടിയുടെയൊക്കെ വെയിറ്റ് 85 കിലോയാണെന്ന് പറഞ്ഞു. ഈ കാവടിയും തലയിൽ വെച്ചാണ് അവർ ഡാൻസ് കളിച്ച് കറങ്ങി കിലോമീറ്ററുകൾ നടക്കുന്നത്. 2 പേര് വീതമുണ്ട്. ഒരാൾ ക്ഷീണിക്കുമ്പോൾ അടുത്താടെ തലയിലേക്ക് കൊടുക്കും. എങ്കിൽ പോലും ഇത്രയും വെയിറ്റുള്ള ഈ കാവടികളും ചുമന്നാണ് ഇവരെല്ലാവരുടെയും നടത്തം. ഈ പ്രാവശ്യത്തെ കാവടിക്ക് ഒരുപാട് വ്യത്യസ്തമായ പ്ലോട്ടുകളുണ്ട്. അതെല്ലാം നല്ല മനോഹരമായി തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ദീപാരാധന കഴിഞ്ഞ് വെയിൽ താഴ്ന്നു കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആനകൾക്ക് ചൂടത്ത് കൊണ്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിലെല്ലാം താഴ്ന്നതിന് ശേഷം ഇറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കൂർമാവതാരത്തിൻ്റെ വലിയൊരു പ്ലോട്ടാണ്. ഇതിപ്പോൾ താത്തു വെച്ചിരിക്കുക. റോഡിൽ ഇറങ്ങി കഴിയുമ്പോൾ കേബിളുകൾ റോഡ് ക്രോസ് ചെയ്യുന്ന കേബിളുകളില്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ അവനെ നിവർക്കും. നിവർന്ന് നിൽക്കുന്ന ഇതാണ്. ഇത് ജാക്കിയിലാണ് ഇവൻ്റെ പ്രവർത്തനം. ഹൈഡ്രോളിക് ജാക്കിയിലാണ്. ലൈനുകൾ വരുന്ന സമയത്ത് ഇവനെ താത്തിട്ട് പിന്നെയാണ്. നല്ല രസമുള്ള ഒരു പ്ലോട്ടാണിത്. ഈ പ്രാവശ്യത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്ലോട്ടുകളിൽ ഒന്ന് ഇത് തന്നെയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.